1 കൊരിന്ത്യർ 9:16-17 ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യമെങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. വിശുദ്ധനായ പൗലോസും മഹാനായ വില്യം കേറിയും സുവിശേഷ പ്രവർത്തനം ചെയ്തപ്പോൾ ആരാണ് സാമ്പത്തികമായി സഹായിച്ചത്? എത്ര രൂപ സഹായിച്ചു? പൗലോസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്തു ദീർഘനാൾ. അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കെട്ടിടപ്പണിക്കാരനായിരുന്നു. ടെൻറ്റ് മേക്കേഴ്സ്, അന്നത്തെ ചെറിയ താൽക്കാലിക വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നയാളായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു അദ്ദേഹവും തൻ്റെ സഹപ്രവർത്തകരും ജീവിച്ചത്. യേശു കർത്താവ് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ സംഭാവനകൾ ആളുകൾ കൊടുത്തിരുന്നു. അത് സൂക്ഷിക്കാനായിട്ടായിരുന്നല്ലോ യൂദയും പണസഞ്ചിയും ഉണ്ടായത്. വില്യം കേറിയുടെ മിഷണറി പ്രവർത്തനത്തെ താൻ ഉൾപ്പെട്ടു നിന്ന സഭാ സംവിധാനങ്ങൾ അല്പമായി സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ തനിക്കറിയാമായിരുന്ന വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ താൻ ജോലി ചെയ്തു. തന്നൊരു അധ്യാപകനായി പ്രവർത്തിച്ചു. അവിടെ കാണുന്ന വലിയ കോളേജിൻ്റെ, സെറാംപൂർ കോളേജിൻ്റെ പ്രിൻസിപ്പൽമാരുടെ പേരുകൾ എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ കണ്ടു. അതിൻ്റെ ഫോട്ടോ എടുത്തു. ആ പ്രിൻസിപ്പൽമാരുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് വില്യം കേറിയുടേതാണ്. അതിൽ നിന്നും മനസ്സിലാക്കാം അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ. ഇത്രയും കാലം മുന്നോട്ട് പോന്നിട്ട് ജീവിക്കുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കാൾ എത്രയോ താഴെയാണ്. അത്രയും ഉയർന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വന്ന് അക്ഷരം പഠിക്കാത്തവരെ നേടാൻ ശ്രമിച്ചു. ഒരുവിധം വിദ്യാഭ്യാസവും സൗകര്യമുള്ളവർ ഉന്നതന്മാരുടെയും ധനവാന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ഇടയിലേക്ക് തങ്ങളുടെ പ്രവർത്തന മേഖലയെ മാറ്റുമ്പോൾ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ അക്കാലത്തെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം കയ്യിൽ വെച്ചുകൊണ്ട് അക്ഷരം പോലും അറിയാത്തവരുടെ ഇടയിലേക്ക് വന്നിട്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ താമസിച്ച് അവരെ കുളിപ്പിച്ച് അവരെ പല്ല് തേപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് അക്ഷരം പഠിപ്പിച്ച് യേശുവിൻ്റെ സ്നേഹം പങ്കുവെച്ചതോർക്കുമ്പോൾ ഇന്നത്തെ പ്രതികൂലങ്ങൾ ഒരു പ്രതികൂലമാണോ? സുവിശേഷം അറിയിക്കുന്നവർക്ക്, വിശേഷാൽ പാസ്റ്റർമാർക്ക് ഒരു സാലറി ഉണ്ട്. ചർച്ചിൽ നിന്ന് 50% പാസ്റ്റർമാർ, എല്ലാവരുടെയും അല്ല, ഒരുവിധം ശമ്പളം കിട്ടുന്നുണ്ട് ചർച്ചിൻ്റെ ഇൻകം അനുസരിച്ച്, സ്തോത്ര കാഴ്ചയിൽ നിന്ന്. സഞ്ചരിച്ച് പ്രസംഗിക്കുന്നവർക്ക് വണ്ടിക്കൂലിയായിട്ടും ഒരു ഉപഹാരമായിട്ടും ടിപ്പ് കൊടുക്കാറുണ്ട്. പ്രിയരെ, ഇത് വിലയേറിയ കാര്യമാകുന്നു. ഇന്നത്തെ ചിന്തയുടെ അവസാനം പറയട്ടെ. സ്വന്തം ചെലവിൽ അധ്വാനിച്ചവരാണ് പലരും.
ഇത് ധനം സമ്പാദിക്കുന്ന മാർഗമല്ല, ഇത് ജീവൻ കൊടുക്കുന്ന മാർഗമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.